വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണുപ്രസാദ്, എന്താണ് സഭയിൽ നടക്കുന്ന? രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ പലരും ഇടപെടുന്നുണ്ട്. കിരൺ റിജിജു പലവട്ടം ഇടപെടുന്നുണ്ട്. അതേസമയം രൂക്ഷമായ ഭാഷയിൽ തന്നെ രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്യുന്നു. വിദ്യാർത്ഥി സമരത്തെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ. മോത്തി, തീർച്ചയായും. അതായത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത് മുതൽ തന്നെ BJPയെയും RSSനെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഒരു ഘട്ടത്തിൽ വിഡ്ഢികളായ കുറച്ചധികം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ വിചാരിക്കുന്നത് അറിവ് സ്വന്തം ഉള്ളിൽ നിന്ന് മാത്രം വരുന്നതാണ് എന്നാണ്. അത്തരം ആളുകളെ പിന്തുടരുന്നവരെയാണ് അന്ധഭക്തർ എന്ന് പറയുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലായിരുന്നു ആദ്യ പ്രതിഷേധമുയർന്നത്. തുടർന്ന് രാഹുൽ ഗാന്ധി തന്റെ വാക്കുകൾ അല്പം കൂടി കടുപ്പിച്ചു. RSS ആണ് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ അതിന്റെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ പ്രവർത്തിക്കുകയാണ് എന്ന് പറഞ്ഞു. കൂടാതെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഈ സഭയിൽ വന്നിരിക്കാൻ ധൈര്യമില്ല എന്ന് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ അറിവോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവോട് കൂടിയാണ് രാജ്യത്തെ വിദ്യാർത്ഥികളുടെ നെഞ്ചിലേക്ക് ഇവിടെ വെടിയുതിർത്തത് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തിയതോടെയാണ് ഭരണപക്ഷത്തെ MP-മാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കിരൺ റിജിജു ഒന്നിലേറെ തവണ രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിൽ ഇടപെട്ട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ആഭ്യന്തരമന്ത്രിക്കെതിരായ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യമാണ് NDA അംഗങ്ങൾ മുന്നോട്ട് വെച്ചത്. എന്തായാലും സഭാ നടപടികൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിൽ ഇപ്പോൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്നിരുന്നാൽ തന്നെയും രാഹുൽ ഗാന്ധി അതിനിടയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ സഭയ്ക്ക് ചേരാത്ത പരാമർശങ്ങൾ രാഹുൽ ഗാന്ധി നടത്തി എന്നൊരു റൂളിംഗ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായി. രാഹുൽ ഗാന്ധിയുടെ പല പരാമർശങ്ങളും ഈ സഭാരേഖകളിൽ ഉണ്ടാകില്ല എന്ന് ഭരണപക്ഷത്തിന് സ്പീക്കർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ആഭ്യന്തരമന്ത്രിയുടെ അസാന്നിധ്യം രണ്ടാം ദിവസവും ഇത് സംബന്ധിച്ച ചർച്ചയിൽ, അതായത് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ വന്നിട്ടുള്ള പരീക്ഷാ കോപ്പിയടി അല്ലെങ്കിൽ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ രണ്ടാം ദിനവും സഭയിൽ ആഭ്യന്തരമന്ത്രിയുടെ അസാന്നിധ്യം ഏറെ തർക്കവിഷയമാവുകയാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ എത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനത്തിന് കാരണം. സഭയിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടുന്നത് കിരൺ റിജിജു ആണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സഭാ നടപടികളുമായി ഭരണപക്ഷവും സഹകരിക്കുന്നില്ല. പ്രധാനമായും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് NDA അംഗങ്ങൾ. മോത്തി, ഈ വിഡ്ഢി പരാമർശം പിൻവലിക്കണമെന്നാണല്ലോ ശക്തമായി ആവശ്യപ്പെടുന്നത് വിഷ്ണു. തീർച്ചയായും മോദി, അതായത് ഈ വിഡ്ഢി പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. ഒപ്പം രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രിക്കെതിരെ പറഞ്ഞതിൽ മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഭരണപക്ഷ അംഗങ്ങൾ പറയുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധി കൃത്യമായി RSSനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് വിമർശനം ആദ്യം ഉന്നയിച്ചത്. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ നയിക്കുന്നത് BJPയോ ധർമ്മേന്ദ്ര പ്രധാനോ അല്ല, RSS ആണ്. രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും വൈസ് ചാൻസലർമാർ RSS ആണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ വിദ്യാർത്ഥികൾ തിരിച്ചറിയണം, നിങ്ങളുടെ യഥാർത്ഥ ശത്രു എന്ന് പറയുന്നത് RSS ആണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതെല്ലാം വിമർശനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. ഇത് കൂടാതെ ഒരു പടി കൂടി കടന്ന് രാജ്യത്തെ വിദ്യാർത്ഥി സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയെ സൂചിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശമാണ് സഭയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായത്. രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ നിരന്തരം NDA അംഗങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാമർശം അല്ലെങ്കിൽ വിമർശനം അത് പിൻവലിക്കണം. ശരി വിഷ്ണു, പാർലമെന്റ് നടപടികൾ പുരോഗമിക്കുന്നു.